ഈ ഡിബേറ്റിൽ നിന്ന് പൊതുജനത്തിന് വ്യക്തമായ ചില കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയാം. വിഷയത്തോട് നീതി പുലർത്തുവാൻ രണ്ടു കൂട്ടർക്കും കഴിയാഞ്ഞതിൻ്റെ കാരണം ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും യുക്തിസഹമല്ല എന്നതാണ്. അതുമാത്രവുമല്ല, ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും തത്വത്തിൽ ഒന്നു തന്നെയാണ് എന്നതാണ്. സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ പ്രഥമ ദൃഷ്ട്യ ഇസ്ലാമും സ്വതന്ത്രചിന്ത എന്ന ഓമനപ്പേരിൽ ഓടിക്കളിക്കുന്ന ഈ നിരീശ്വര പ്രസ്ഥാനവും രണ്ട് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളായി കാണപ്പെടുന്നുവെങ്കിലും അവർ രണ്ടും വാസ്തവത്തിൽ ഇരട്ടപ്പറ്റ സന്തതികളാണ്. അവർ രണ്ടും അവർക്ക് മുമ്പേ ഉണ്ടായിരുന്ന ക്രിസ്തീയ വിശ്വാസത്തെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കണമെന്ന വാശിയോടെ കച്ചകെട്ടിയിറങ്ങിയ രണ്ട് പ്രത്യയശാസ്ത്ര പ്രസ്ഥാനങ്ങളാണ്. അതിനാൽ അവർ രണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. പലർക്കും അത്ഭുതം തോന്നിയേക്കാം. വാസ്തവത്തിൽ അവർ രണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അവസരോചിതമായി അവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിലെല്ലാം അവർ തങ്ങളുടെ പൊതുശത്രുവായി അവർ ചിന്തിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നത് ലോക ചരിത്രത്തിൽ മുഴുവൻ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ചിലർക്ക് ഇതിൽ സംശയം തോന്നാം. എന്നാൽ ഞാൻ ഈ കാര്യം പെട്ടെന്ന് തെളിയിച്ചു തരാം. പ്രസ്തുത ചർച്ചയിൽ ദൈവമുണ്ടോ എന്ന വിഷയം കാട് കയറി ചർച്ച ചെയ്ത് സമയം കളയുവാൻ രവിചന്ദ്രൻ ഹൈതമിയെ അനുവദിച്ചു. അങ്ങനെ ദൈവമുണ്ടെങ്കിൽ അത് ഹൈതമിയുടെ ദൈവമായ അല്ലാഹ് ആണ് എന്ന തെറ്റിദ്ധാരണ കേൾവിക്കാരിലുണ്ടാകാൻ അങ്ങനെ അനുവദിച്ചത് ശരിയായില്ല. കാരണം സത്യദൈവമായ ബൈബിളിലെ യഹോവയും ഖുറാനിലെ അല്ലാഹയും ഒരു ദൈവമല്ല, മറിച്ച് പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ട് ദൈവമുണ്ടെന്ന് തെളിഞ്ഞാലും അത് അല്ലാഹു ആണെന്ന് തെളിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രവുമല്ല, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ യുക്തിരാഹിത്യം എന്ന് പറയാവുന്നത് ഖുറാനിലെ സൂറ 4:157 എന്ന ഒറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഒരു തെളിവുകളുമില്ലാതെ അനേക ചരിത്ര സംഭവങ്ങളുടെ തെളിവോടെ തെളിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ബൈബിളിനെ മൊത്തം നിഷേധിക്കുന്നു എന്നതാണ്. ഒറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ മൊത്തം നിഷേധിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ മൊത്തം ഒരു തെളിവുമില്ലാതെ നിഷേധിക്കുന്നതിൻ്റെ യുക്തിരാഹിത്യം ചോദ്യം ചെയ്യുവാൻ രവിചന്ദ്രൻ മടി കാണിച്ചതുകൊണ്ട് ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും ബൈബിളിന് എതിരാണ് എന്നും യുക്തിരഹിതമാണ് എന്നും വളരെ വ്യക്തമായി തെളിഞ്ഞു എന്നുള്ളതാണ് ഈ ഡിബേറ്റിൻ്റെ ഒരു നേട്ടം. അവർക്ക് രണ്ടു പേർക്കും, ഈ രണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്കും ബൈബിളിന് എതിരായുള്ള പരസ്പര ധാരണ ഇവിടെ പകൽ പോലെ വ്യക്തമായി. ഈ രണ്ടു പേർക്കും അവരവരുടെ ദൈവങ്ങളും വിഗ്രഹങ്ങളുമുണ്ട്. സ്വതന്ത്ര ചിന്തക്കാർക്ക് അവർ തന്നെ ദൈവം, യുക്തി അവരുടെ വിഗ്രഹവും. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ബൈബിളിനും ക്രിസ്തീയതയ്ക്കും എതിരെ നിൽക്കുന്ന മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. രണ്ടും ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. കാരണം അവ രണ്ടും ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ എന്നും എക്കാലത്തും ലോക ചരിത്രത്തിൽ നിലപാട് എടുത്തിട്ടുള്ളവരാണ്, എടുക്കുന്നവരാണ്. അതുമാത്രവുമല്ല, അവർ എവിടെയും ക്രിസ്തുപക്ഷത്തിനെതിരെ ഒന്നിച്ചു നിന്നിട്ടുമുണ്ട്. എന്നാൽ ഈ രണ്ടു കൂട്ടരും ലോകത്തിൽ എല്ലായിടത്തും വിജയകരമായ ജനാധിപത്യ രാഷ്ട്രങ്ങൾ നിർമ്മിക്കുവാൻ അമ്പേ പരാജയപ്പെട്ടവരാണ്. അവരുടെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ക്രൈസ്തവ ജനാധിപത്യ രാഷ്ട്രങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ട് അവിടെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. കാരണം ഈ രണ്ടു കൂട്ടരുടെയും രാഷ്ട്രങ്ങൾ സ്വേച്ഛാധിപത്യപരവും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തവരുമാണ്. അവർ അപ്രായോഗികമായ യുട്ടോപ്യൻ ആശയങ്ങൾ വച്ചു പുലർത്തുന്നു.
നിരീശ്വരർ ഭൂമിയിൽ സ്വർഗമുണ്ടാക്കുവാൻ നോക്കി പരാജയപ്പെട്ടു. ഇസ്ലാമാകട്ടെ ഭൂമിയിലേക്കാൾ ഭൗതികമായ നിലയിലുള്ള മരണാനന്തര സുഖഭോഗ സ്വർഗത്തെ സ്വപ്നം കാണുന്നവരാണ്. അങ്ങനെ ഈ രണ്ടു കൂട്ടരും വിജയിക്കുകയാണെങ്കിൽ ജനത്തിന് സമാധാനവും സ്വസ്ഥതയും പുരോഗതിയും കിട്ടുകയില്ല എന്ന് ലോക ചരിത്രത്തിൽ തെളിയിച്ചതല്ലേ? അനുഭവത്തിലൂടെ തെളിഞ്ഞു വന്ന കാര്യമല്ലേ? അങ്ങനെ രണ്ടും ശരിയല്ല എന്നും യുക്തിസഹമല്ല എന്നും വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കുവാൻ ഈ ചർച്ചയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. ദൈവത്തിന് സ്തോത്രം.